ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിന് നിന്റെ ഒരു സഹായം വേണം എനിക്ക്. എന്ത് സഹായം? നീ എനിക്ക് ഒരു ഡൈ കറുപ്പിക്കാൻ ഡൈ മേടിച്ചു തരണം. ഡൈ ആവാറുള്ള പ്രായമായി അപ്പോഴൊരു ഡൈ. ഈ സബ് കളക്ടർ എന്ന് പറഞ്ഞാലേ ഭരണഘടനാപരമായ ഒരു പദവിയാ. ആൾക്കാര് തോന്നും പോലെ കല്യാണം കഴിച്ചാലേ നാളെ നിയമപ്രകാരം ഒരു ചോദ്യം വന്നാ കല്യാണം കഴിക്കുന്നവരോടല്ല ചോദിക്കുന്നത്, മനുവിനോടാ. ഉത്തരം പറയേണ്ടതേ എന്റെ മോനാ. ഇത്രയ്ക്കൊക്കെ വളഞ്ഞു ചിന്തിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ട്. എന്റെ മോന്റെ അന്തസ് എനിക്ക് വലുതാണല്ലോ. മോളെ, സുജാത വിളിക്കുമ്പോ പറയാനുള്ള കാര്യം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞോളാം. പിന്നെ വീട്ടുകാരെല്ലാം കൂടി ഒരു കാര്യം നടത്തുമ്പോ നിനക്ക് പോണമെന്നുണ്ടെങ്കിൽ നീ പൊക്കോ. അതിനിവിടെ ആർക്കും ഒരു എതിർപ്പുമില്ല. അതൊന്നും ശരിയാവില്ല. നമ്മളും പങ്കെടുക്കണം. നമ്മൾ പങ്കെടുക്കുന്നില്ല. അതിന്റെ പേരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവരോട് ഞാൻ സംസാരിച്ചോളാം. ഞാൻ ഇപ്പൊ തന്നെ സുജാത വിളിച്ച് പറയണോ? വേണ്ട, താൻ വിളിക്കാനൊന്നും പോണ്ട. നാട്ടിൽ കേട്ടിട്ടില്ലാത്ത ചില ചടങ്ങുകളും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരു കല്യാണവും. മനു ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചതിന്റെ അന്ന് തുടങ്ങിയതാ നാണക്കേടിന്റെ ആറാട്ട്. മോളതൊന്നും കാര്യമാക്കണ്ട. നീ പോകാനുള്ള തീരുമാനം എടുത്തു. മനുവിനോട് ഞാൻ പറഞ്ഞോളാം. അമ്മയുടെ ഓരോ വാക്കുകളും എന്നെ എന്റെ കുടുംബത്തെ പറ്റി കുറ്റം മാത്രം പറയുന്നത്. മനുവിനെ ഞാൻ വിവാഹം കഴിച്ചത് അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു അല്ലേ? മനുവിന് ഇഷ്ടമായിരുന്നല്ലോ. മോൾ അത് മാത്രം നോക്കിയാ മതി. വീട്ടുകാരന്വേഷിക്കും. മോള് പോകാതിരിക്കരുത്. നീ ഇന്നും പഞ്ചാര ഇട്ടില്ലേ? അച്ഛാ, കുറച്ചും കൂടെ വലിയ മാല വാങ്ങിക്കണ്ടേ? ഇത് തീരെ ചെറുതായിപ്പോയി. കണ്ടോ എത്രാം ക്ലാസ്സിലാണ് അവള് പഠിക്കുന്നേ? കണ്ടാ, സ്വർണം കണ്ടപ്പോ പെണ്ണ് അഭിപ്രായം പറഞ്ഞേ. നിത്യാമ്മയ്ക്ക് ഒരു ചെറിയ മാല മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഇത് മേടിച്ചത്. അച്ഛാ, ഞാൻ ഇതുകൊണ്ട് നിത്യാമ്മ കാണിച്ചിട്ട് വരട്ടെ. സൂക്ഷിക്കണേ. എന്ത് പറ്റിയടാ നിനക്ക്? ജൂവലിന് തൊട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കണതാ. നിന്റെ ശ്രദ്ധ താലിയെടുക്കുന്നതിലൊന്നും ആയിരുന്നില്ല. ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കേണ്ട നിമിഷങ്ങളാ. പക്ഷേ അവളെ കുറിച്ച് ആലോചിക്കുമ്പോ ഇതാ നിന്റെ കുഴപ്പം. എടാ, നിന്നോട് വന്ന് സംസാരിച്ചവൻ ആരാ? ഏതോ ഒരുത്തൻ. അങ്ങനെ നമ്മൾ അവനെ കണ്ടിട്ടുള്ളൂ. ഇവിടെ നിന്റെ നെഞ്ചി കിടന്ന് വളർന്ന മോളാ. ഇവളെ പിടിച്ചോണ്ട് പോകാനുള്ള ഒരു യോഗ്യതയും അവനില്ല. അവനിങ്ങ് വരട്ടെ. എടാ, നമ്മൾ എത്ര അലഞ്ഞു, എത്ര കരഞ്ഞു. അതിനൊക്കെ ഈശ്വരൻ ഓരോന്നോരോന്നായിട്ട് പകരം തന്നില്ലേ? എടാ മക്കളെ, ഒന്നുമില്ലെങ്കിലും നമ്മുടെ നാട്ടുകാരൻ നമ്മളെ ഇരു കൈ കൊണ്ട് സ്വീകരിച്ചില്ലേ? എടാ, നീ സ്നേഹിച്ച പെണ്ണിനെ നീ സ്വന്താക്കാൻ പോവാ. ഇതിന്റെയൊക്കെ അർത്ഥം എന്തുവാടാ? ഇനി നമുക്കൊന്നും നഷ്ടപ്പെടൂലെന്ന് അല്ലേ?
അയ്യയ്യയ്യയ്യ കല്യാണം തലേന്നൊരു മണവാളന്റെ ഇരിപ്പ്. ദേ, നീ ഇതൊക്കെ കളഞ്ഞിട്ടൊന്ന് ചിരിച്ചേ. ആ ചിരിക്കേ. ആ അതെ, നീ പോക്കയല്ലേ? എനിക്ക് നിന്നോട് അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ഏത്? നിന്റെ ജീവിതത്തില് ഒരു മാറ്റം ഉണ്ടാകാൻ പോവാണല്ലോ. എന്ത് മാറ്റം? നിന്റെ കല്യാണം. അതുപോലെ എന്റെ ജീവിതത്തിലും ഞാൻ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോവുക. എന്ത് മാറ്റം? അല്ല, ഞാൻ നിന്റെ അമ്മാവനും നീ എന്റെ അനന്തരവനും ആണല്ലോ. പക്ഷേ നമ്മൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം ഇത്രയും വേണ്ടെന്നാണ് എന്റെ ഒരു തീരുമാനം. മനസ്സിലായില്ല. അതായത് ഞാൻ എന്റെ പ്രായം ഒന്ന് കുറയ്ക്കാൻ തീരുമാനിച്ച്. എങ്ങനെ? നിന്റെ കല്യാണത്തിന് ഞാനൊരു ചെറുപ്പക്കാരനായിട്ടാ വരാൻ പോകുന്നേ. അതിന് നിന്റെ ഒരു സഹായം വേണം എനിക്ക്. എന്ത് സഹായം? നീ എനിക്ക് ഒരു കറുപ്പിക്കാൻ ഡൈ മേടിച്ചു തരണം. ഡൈ ആവാറുള്ള പ്രായമായി അപ്പോഴൊരു ഡൈ. നീ ഒരു ഡൈ മേടിച്ചു താ. ആളുകൾ പറയണം ചേട്ടൻ അനിയനും കൂടെ പോകണം. ഒരു നൊട്ടം ഒന്ന് പോയിട്ടാ. അവൻ അസൂയേ. ഞാനെന്തായാലും ചെറുപ്പാവും. നിത്യ, ശരവണ, 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 നിത്യ. ശരവണ, നിത്യ എവിടെ? എന്താ എന്താ അമ്മേ? മോളെ, നാളെ അമ്പലത്തിൽ കൊണ്ടുപോകാനുള്ള ഡ്രസ്സും സാധനങ്ങളും ഒക്കെ നീ എടുത്തു വെച്ചിട്ടുണ്ടോ? അതൊക്കെ അമ്മ തന്നെയല്ലേ എടുത്തു വെച്ചേ? അതെ, പക്ഷെ എന്തെങ്കിലും കുറവുണ്ടോന്ന് നീ നോക്കിയോ? ഇനി ആ നേരത്ത് ഓടാൻ നിൽക്കണ്ടല്ലോ. ശരവണ, ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ നീ വൈകുന്നേരം പോയി നോക്കിയതല്ലേ? കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ തിരുമേനിയോട്. ചൊല്ലിയാച്ചമ്മ, എല്ലാം നല്ലപടിയാ ചൊല്ലിയാച്ച്. അയ്യോ, രഘുവേട്ടൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. രഘുവേട്ടാ, പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയോ? അതെ, ഈ മുല്ലപ്പൂ വാങ്ങിക്കുമ്പോ കുറച്ചധികം വാങ്ങിച്ചോട്ടോ. മധുര നൊമ്പരക്കാറ്റ്